കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ കേട്ടുകൊണ്ടിരുന്നത് പോലെ മനുഷ്യൻ ജനനത്തിലൂടെ ഈ ഭൂമിയിൽ പ്രവേശിക്കുന്നു, ജീവിക്കുന്നു. മരണവും ഒരു പ്രവേശനമാണ്. അത് യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അംഗീകരിച്ച് സ്നാനമേറ്റ്, മുഴുകൽ സ്നാനമേറ്റ്, അഭിഷേകം പ്രാപിച്ച്, കൂട്ടായ്മ ആചരിച്ച് ഒരാലയത്തിൽ കടന്നുപോയി ആരാധിക്കുന്ന പ്രിയമുള്ളവർ, യേശുവുമായിട്ട് ജീവിക്കുന്ന പ്രിയമുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അല്ലാതെ യേശുവിനെ കൂടാതെ ജീവിച്ച് മരിച്ച് മൺമറഞ്ഞു പോകുന്നവർ, അവരുടെ ആത്മാക്കൾ നാം കാഴ്ചപ്പെട്ടിരിക്കുന്ന ഭൂമിക്ക് താഴെ ഒരു പാതാളമുണ്ട്, അഥവാ യാതന സ്ഥലം. നരകമല്ല, ഒരു സബ്ജയിൽ എന്ന് പറയാം. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ യാതന അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ സ്വസ്ഥതയിൽ നിന്ന് എന്ന് ഒരു മോചനം ദൈവ വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്ക് ലഭിക്കും എന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് വീണ്ടും വരും. യേശു കർത്താവ് വരുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് ഇരു കൂട്ടരും വാനമേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യേശു കർത്താവ് വന്നാൽ കൈവിടപ്പെട്ടവർ 1007 വർഷം കഴിഞ്ഞ് അവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മരിച്ച ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ യേശു കർത്താവിന്റെ വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ വരേണ്ടി വരുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. എന്തുകൊണ്ടാണ് ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ യേശു കർത്താവ് ഒരുക്കുന്ന വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ, ശിശുക്കൾ അറിവില്ലാത്തവരാണ്. ശിശുക്കൾക്ക് നിഷ്കളങ്കത്വം മാത്രമേ ഉള്ളൂ. പാപമെന്തെന്ന് തിരിച്ചറിയാത്ത ശിശുക്കൾ മരിച്ചുപോയാൽ നേരെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. അല്ലാതെ യാതൊരു വിധമായ പുണ്യ കാര്യങ്ങൾക്കും വിധേയമാകേണ്ടതില്ല എന്ന് കർത്താവിന്റെ വചനം ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. വല്ലേരിയൻ എന്ന് പറയുന്ന മഹാചക്രവർത്തിയുടെ ഏക മകൻ, 18 വയസ്സ് കഴിഞ്ഞ മകൻ കിടരോഗിയായി കഷ്ടപ്പെടുമ്പോൾ, കിടരോഗികൾക്ക് മുഴുകിയ സ്നാനമേൽക്കുവാൻ ഒരു പഴുതില്ല എന്ന് പറഞ്ഞ് ആ വല്ലേറിയൻ ചക്രവർത്തി വളരെ വേദന അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ കാലയളവ് വരെ ജലത്തിലിറങ്ങി മുഴുകി സ്നാനപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ ചരിത്രത്തിലുള്ള ഒരു കാര്യമാണ് വിളിച്ചു പറയുന്നത്. വല്ലേറിയൻ എന്ന് പറയുന്ന മഹാചക്രവർത്തി ബിഷപ്പുമാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എന്റെ മകൻ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തുകയില്ല, നരകത്തിൽ പോകും. ബിഷപ്പുമാർ ചോദിച്ചു, എന്താ കാര്യം? എന്റെ മകൻ കിടരോഗിയാണ്, മുഴുകിയ സ്നാനമേറ്റിട്ടില്ല. തമിഴിൽ RC ബൈബിളിൽ ഒക്കെ കാണുവാൻ കഴിയുന്നത് തിരുമുഴുക്കെന്നാണ് ജ്ഞാനസ്നാനത്തെ അല്ലെങ്കിൽ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ വല്ലേറിയൻ ചക്രവർത്തി യാചിച്ചുകൊണ്ട് ബിഷപ്പുമാരെ സമീപിച്ചു. പ്രിയമുള്ളവരെ, എന്റെ മകനു വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളമെടുത്ത്, മകന് വെള്ളത്തിലിറങ്ങി സ്നാനമേൽക്കുവാൻ കഴിയാത്തത് കൊണ്ട് എന്റെ മകന്റെ തലയ്ക്ക് കുറച്ച് വെള്ളം തളിച്ച് സ്നാനപ്പെടുത്തണം. ആരും അറിയരുത്. എന്റെ മകൻ എങ്ങനെയെങ്കിലും മരണത്തിനു മുമ്പ് യേശുവിനോട് ചേരട്ടെ എന്ന് പറഞ്ഞു. ആരും അറിയാതെ സ്നാനം കൊടുക്കുവാൻ തീരുമാനമെടുത്തു. ബിഷപ്പുമാർ ചേർന്ന് തീരുമാനമെടുത്തിട്ട് ആരെയും അറിയിക്കാതെ കുറച്ച് വെള്ളമെടുത്തു കൊണ്ടുപോയി കിടരോഗിയായിരിക്കുന്ന വല്ലേറിയൻ ചക്രവർത്തിയുടെ മകന്റെ തലയിൽ ഒഴിച്ചിട്ട്, ഇനി മരിച്ചാൽ നിത്യതയിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞു ഉറപ്പ് കൊടുത്തിട്ട് തിരിച്ചിറങ്ങിയതും കുരുടന്മാരും ചെകിടന്മാരും മുടന്തന്മാരും കിടരോഗികളുമെല്ലാം ഒന്നു ചൊല്ലി അറിയുവാനിടയായി. അവരെല്ലാം അറിയുവാൻ ആരംഭിച്ചു, ഞങ്ങൾക്കും നിത്യതയിലേക്ക് പോകണം, സ്വർഗരാജ്യത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങളെയും കുറച്ച് വെള്ളമെടുത്ത് സ്നാനപ്പെടുത്തണം. അങ്ങനെ ആരംഭിച്ചതാണ് പ്രിയമുള്ളവരെ
തളിപ്പ് സ്നാനം എന്ന് പറയുന്നത്. വല്ലേരിയൻ ചക്രവർത്തിയുടെ പൊന്നോമന മകൻ മരിച്ചാൽ നിത്യതയിൽ പ്രവേശിക്കുകയില്ലെന്ന് കേണത്താണ് അപേക്ഷിച്ചപ്പോൾ ബിഷപ്പുമാർ കുറച്ച് വെള്ളമെടുത്തു കൊണ്ടുപോയി വല്ലേരിയൻ ചക്രവർത്തിയുടെ പൊന്നോമന മകന്റെ ശിരസിന്മേൽ ഒഴിച്ചു. അതിൽ നിന്ന് ആരംഭിക്കപ്പെടുകയാണ് ശിശുക്കളെ സ്നാനമേൽപ്പിക്കുന്ന അനുഭവം. എന്നാൽ ശിശുക്കൾ മരിച്ചുപോയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് അവകാശമാക്കുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ ആ മുഴുകി സ്നാനമേൽക്കണമെന്ന ആ കൽപ്പന അനുസരിച്ച് യേശു കർത്താവിൻ്റെ വരവിനു വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് വല്ലേരിയൻ ചക്രവർത്തിയും നിലവിളിച്ചത്, അല്ലയോ ബിഷപ്പുമാരെ, എൻ്റെ പൊന്നോമന മകൻ മരിച്ചാൽ സ്വർഗത്തിലെത്തണം. പ്രിയമുള്ളവരെ, എൻ്റെ യേശു കർത്താവിനെ ജന്മം നൽകിയ മാതാവായ വിശുദ്ധ എന്ന്, അല്ലെങ്കിൽ വേർതിരിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടവളെന്ന് അറിയപ്പെട്ട മറിയയും യേശു കർത്താവിൻ്റെ വചനം കേട്ട് യേശു കർത്താവ് കഷ്ടം അനുഭവിച്ചപ്പോൾ കൂടെ നിന്ന് കഷ്ടം അനുഭവിക്കുന്നത് കണ്ട് കഷ്ടാനുഭവത്തെ അടുത്തുനിന്ന് അറിഞ്ഞ് വേദനയോടെ ഹൃദയത്തിൽ വാളിറങ്ങി പോകുന്നത് പോലെയുള്ള ഒരു ദുഃഖത്തിന് ഉടമയായി എൻ്റെ യേശു കർത്താവിൻ്റെ മാതാവ് വേദനപ്പെടുവാനിടയായി. 33 വയസ്സിൽ യേശു കർത്താവിൻ്റെ ആ യൗവന സമയത്ത് പിടഞ്ഞു മരിക്കുന്നത് ഒരു അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ അമ്മയുടെ ഹൃദയത്തിനകത്തും വാളിറങ്ങിപ്പോയത് പോലെ ഒരു വേദന ഇറങ്ങിപ്പോകുവാനിടയായി. ചരിത്രം പറയുന്നത്, വേദപുസ്തകം പറയുന്നത്, യേശു കർത്താവിന്റെ കഷ്ടാനുഭവത്തെ അടുത്തുനിന്ന് അനുഭവിക്കുവാനിടയായ അമ്മ അഥവാ മറിയ, വിശുദ്ധ സ്ത്രീ, വേർതിരിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടവളായ സ്ത്രീ, യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ ശേഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനു വേണ്ടി കാത്തിരുന്നവരുടെ കൂട്ടത്ത്, 120 പേരുടെ കൂട്ടത്ത് വിശുദ്ധയായ അമ്മയായ മറിയ ഉണ്ടായിരുന്നു. സ്തോത്രം. 10-ാം നാൾ അഥവാ 50-ാം നാൾ കാത്തിരുന്ന് 10-ാം നാൾ അഥവാ പെന്തക്കോസ്ത് നാളായ 50-ാം നാൾ 120 പേരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നപ്പോ കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ വിശുദ്ധയായ അമ്മയായ മറിയയും ആത്മാഭിഷേകം പ്രാപിക്കുവാനിടയായി. പത്രോസ് എഴുന്നേറ്റ് നിന്ന് യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞപ്പോ, നാഥാ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു 3000 പേർ പത്രോസിനോട് ചോദിക്കുവാനിടയായി. പോംവഴി പറഞ്ഞ കൂട്ടത്തിൽ മാനസാന്തരപ്പെടണം, നിങ്ങൾ പാപ വഴി വിട്ട് യേശുവിനോട് ചേരുന്ന മുഴുകി സ്നാനമേൽറ്റാൽ, ആത്മാഭിഷേകം പ്രാപിച്ചാൽ, വചനം കേട്ടാൽ, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, വിശുദ്ധ ജീവിതം നയിച്ചാൽ യേശു കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ പ്രവേശിക്കാമെന്ന് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്കും സ്നാനമേൽക്കണമെന്ന് പറഞ്ഞ് ജീവിതത്തെ സമർപ്പിച്ച കൂട്ടത്തിൽ വിശുദ്ധ അമ്മയായ മറിയയും ഉണ്ടായിരുന്നു. 3000 പേർ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച് യേശുവിനോട് ചേരുന്ന സ്നാനമേൽക്കുവാൻ തയ്യാറായി. വെള്ളം നിറഞ്ഞ നദിയിൽ ഇറങ്ങി മുഴുകി അഥവാ മുങ്ങി പൊങ്ങിയ കൂട്ടത്തിൽ വിശുദ്ധ അമ്മയായ മറിയയും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് അതുപോലെ അമ്മ മറിയ വളരെയധികം വേദന അനുഭവിച്ച നാളുകൾ യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കൊച്ചു പ്രായത്തിലെ അപ്പൻ നഷ്ടപ്പെട്ടതുകൊണ്ട് അപ്പന്റെ കുലത്തൊഴിലായ പച്ചപ്പണി മൂത്ത മകൻ ഏറ്റെടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് കുഞ്ഞു പ്രായത്തിലെ യേശു കർത്താവ് കുടുംബത്തെ നോക്കുവാൻ വേണ്ടി കുലത്തൊഴിലായ
തച്ച തൊഴിൽ അഥവാ ആശാരിപ്പണി ചെയ്യുവാൻ ആരംഭിച്ചു. ചരിത്രത്തിലുള്ള സംഗതിയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശു 12-ാമത്തെ വയസ്സിൽ ദൈവാലയം വിട്ട് മാതാപിതാക്കളോട് പോയ ശേഷം എവിടെയായിരുന്നു എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ഈ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, സന്യാസിക്കുവാനോ യോഗ നടത്തുവാനോ കാശ്മീരിൽ യേശു വന്നിട്ടില്ല. അതുപോലെ ഒരു ഹിമാലയത്തിലും വന്നിട്ടില്ല. യേശു കർത്താവ് വീട്ടിനകത്ത് മാതാവിനെയും സഹോദരങ്ങളെയും പോറ്റി പുലർത്തുവാൻ, അപ്പൻ മരിച്ചതിന്റെ ദുഃഖം അറിയാതെ മക്കൾ അഥവാ സഹോദരങ്ങൾ, അതുപോലെ സ്വന്തം മാതാവ് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ അപ്പന്റെ കുലത്തൊഴിലായ ആ ആശാരിപ്പണി ചെയ്യുവാൻ ആരംഭിച്ചു. 30 വയസ്സുവരെ യേശു കർത്താവ് കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കഷ്ടതയുടെ വേദനയുടെ അനുഭവം അറിഞ്ഞിട്ടാണ് യേശു വിളിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെ യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അമ്മയായ മറിയയും സ്നാനമേറ്റു. വിശുദ്ധ ജീവിതം നയിച്ച് ആരാധിച്ച്, അഭിഷേകത്തിൽ നിറഞ്ഞ് ആരാധിച്ച്, ജീവിതത്തെ വിശുദ്ധിയായിട്ട് ശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ച് മരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മാവ്, ഞങ്ങൾ വിശ്വസിക്കുന്നത്, ബൈബിൾ പറയുന്നത്, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശവിധാനത്തിനും അപ്പുറമായി സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. യേശുവിൻ്റെ അമ്മയായ മറിയയും സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എൻ്റെ അപ്പൻ അമ്മ മരിച്ചുപോയി, അവരും സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. അവരെല്ലാം എന്ന് ഈ ഭൂമിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടും. എന്നാൽ നമ്മെ സഹായിക്കുവാൻ യേശു മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ചിന്തകൾ കൊണ്ട്, പാപം ചെയ്തതുകൊണ്ട് യേശുവിൻ്റെ ശിരസിൽ മുൾക്കിരീടം ധരിക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ ശരീരം എന്തുകൊണ്ടാണ് അടികളേൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്? നമ്മുടെ ശരീരം കൊണ്ട് പാപം ചെയ്തതിന് പരിഹാരം വരുത്തുവാൻ യേശുവിൻ്റെ ശരീരം അടികൾക്ക് അവൻ ഏൽപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് പാപം ചെയ്തതുകൊണ്ട് യേശുവിൻ്റെ ശരീരത്തിൽ അടികളേൽക്കുവാനിടയായി. കൈകാലുകൾ ആണികൾക്ക് തറയ്ക്കപ്പെടുവാൻ, ഏൽപ്പിക്കപ്പെടുവാൻ കാര്യമെന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപ പരിഹാരം വരുത്തുവാനാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാം മരണത്തെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിന് വേണ്ടി മുന്നോട്ട് നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ, അല്ലെങ്കിൽ മരിച്ചാൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മരണത്തിനപ്പുറം നമുക്കൊരു ചോയ്സ് ഇല്ല, ഒരു തെരഞ്ഞെടുപ്പില്ല. അതുപോലെ യേശുവിൻ്റെ വരവിന് ശേഷം നമുക്കൊരു തെരഞ്ഞെടുപ്പില്ല. കൈവിടപ്പെട്ടു പോയാൽ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം നഷ്ടപ്പെട്ടു പോയാൽ, പ്രിയമുള്ളവരെ, യേശു കർത്താവ് വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ ന്യായവിധിക്ക് വരുമ്പോൾ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ, ആ ബാലവൃദ്ധം ജനങ്ങളും തീയിൽ മരിച്ചവരും അതുപോലെ വെള്ളത്തിൽ ആത്മഹത്യ ചെയ്തവരെയും വെള്ളം യേശുവിന്റെ മുൻപിൽ കൊണ്ടുവരും, തീ കൊണ്ടുവരും. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു സമയമാണത്, ആർക്കും തടയാൻ കഴിയാത്ത ഒരു സമയമാണ്. 5 പുസ്തകങ്ങൾ തുറക്കപ്പെടും: മനസാക്ഷിയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, വേദപുസ്തകം, അതുപോലെ പ്രപഞ്ചത്തിലെ പുസ്തകം, അതുപോലെ ജീവന്റെ പുസ്തകം. ഈ പുസ്തകങ്ങളിലെല്ലാം ഇന്ന് CCTV ക്യാമറയുടെ ആ സംവിധാനത്തിൽ കുറ്റകൃത്യങ്ങൾ വെളിവാകുന്നത് പോലെ ജനകോടികളുടെ നടുവിൽ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നാം എല്ലാം പാർക്കുന്ന വീട്ടിനകത്ത് അഥവാ ഹോളോ ബ്രിക്സിൽ പണി കഴിപ്പിച്ചതാകട്ടെ, ഇഷ്ടിക കൊണ്ട് പണി കഴിപ്പിച്ചതാകട്ടെ, വീട്ടിനുള്ളിൽ താമസിക്കുന്നവർ ഓർക്കണം, ഈ ഇഷ്ടികയും അതുപോലെ മരമെല്ലാം സാക്ഷ്യം പറയും. ഇന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്ന തീയതി ഇത്ര സമയത്ത് ഈ തെറ്റുകുറ്റം ചെയ്തു എന്ന് സാക്ഷ്യം പറയത്തക്കവണ്ണം അന്ന് നാം
ജീവനില്ലെന്ന് പറയുന്ന ഈ പ്രപഞ്ചം സാക്ഷ്യം പറയും. അഥവാ ഇഷ്ടികയും മരവുമെല്ലാം സാക്ഷ്യം പറയും. ഇന്ന കളർ ഡ്രസ് ഇട്ടുകൊണ്ട് ഇന്ന പാപപ്രവൃത്തി ചെയ്തത് ഞാൻ കണ്ടു. അതാർക്കും മറയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു സ്ക്രീനിൽ വെളിപ്പെടുന്നത് പോലെ അന്ന് വെളിപ്പെടേണ്ടി വരും. പ്രിയമുള്ളവരെ, അന്ന് യേശുവിന്റെ ന്യായവിസ്താരത്തിന്റെ മുൻപിൽ ആരും വരരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് തിരുവല്ലയിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, എന്റെ വീട് പാറശാലയാണ്, പാറശാലയിൽ നിന്ന്, അതുപോലെ മലയാറ്റൂര് കമ്പനിപ്പടിയിൽ നിന്ന് ഒക്കെ ഈ സത്യം വിളിച്ചു പറയുവാൻ നിങ്ങളുടെ മധ്യേ വന്നത് എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് ഗ്യാരണ്ടി പറയുവാൻ കഴിയത്തില്ല നിങ്ങളെ വീണ്ടും കാണുമെന്ന്. അതുപോലെ എനിക്ക് ഗ്യാരണ്ടി പറയുവാൻ കഴിയത്തില്ല അടുത്ത നിമിഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന്. എന്റെ മാതാവ് ഒരു CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു മാതാവാണ്. 2ാമത്തെ വയസ്സിൽ എനിക്ക് മാരകമായ രോഗത്തിനടിമയായി എന്റെ മാതാവ് പ്രാർത്ഥിച്ചു, എനിക്ക് 5 വയസ്സ് വരെ ഈ മകനെ വളർത്തി കൊതി തീർന്നിട്ടില്ലാത്തത് കൊണ്ട് വളർത്തുവാൻ തരണം. 5 വയസ്സ് വരെ വളർത്തുവാൻ ചോദിച്ച ഒരു മനുഷ്യനാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ മധ്യേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 39 വയസ്സായി ഇപ്പോ. അതുകൊണ്ട് എന്റെ അമ്മ പ്രാർത്ഥിച്ചു 5 വയസ്സ് വരെ ഈ മകനെ എനിക്ക് തരണം. അതുകൊണ്ട് എനിക്കും ഗ്യാരണ്ടി പറയുവാൻ കഴിയത്തില്ല. യേശു വരും, അല്ലെങ്കിൽ എന്റെ മരണം സംഭവിക്കും. അതിനു മുമ്പേ കേൾക്കണം ഒരു വാർത്ത, ആരും വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധിക്ക് മുൻപിൽ വരാൻ പാടില്ല. അതിനപ്പുറം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. പ്രിയമുള്ളവരെ, 5 പുസ്തകത്തിലും മാറി മാറി നോക്കിയാൽ നമ്മുടെ കുറ്റകൃത്യങ്ങളെല്ലാം വെളിവാകുന്ന പുസ്തകത്തിന്റെ ഒടുവിൽ യേശു കർത്താവ് തുറക്കുന്ന ഒരു പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അത് 2ാമത്തെ മരണമാണ്. ഈ മരണം വേർപാടാണ്. യേശുവിനെ വേർപെട്ടുള്ള ജീവിതം. നരകത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ചാകാത്ത പുഴുവുണ്ട്, കെടാത്ത തീയുണ്ട്, എന്നും നിത്യമായി ദണ്ഡനമുണ്ട്. അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ട്. കരച്ചിലും പല്ലുകടിയും ഉള്ള ആ നരകത്തിൽ, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ നരകത്തിൽ എന്നും എന്നും വേദനിക്കുന്ന ഒരു അനുഭവമുണ്ട്. സന്തോഷത്തോടെ ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ ഇരിക്കുമ്പോൾ, യേശു കർത്താവ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നും യാതന അനുഭവിക്കുന്ന അനുഭവമെന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രിയമുള്ളവരെ, നരകവാസം വളരെയധികം വേദനാജനകമാണ്. ഹല്ലേലൂയ. വിട്ടുപിരിഞ്ഞ് യേശുവിനെ വിട്ടുപിരിഞ്ഞുള്ള ജീവിതമാണ്. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം എത്ര ഭയങ്കരമോ. ഒരു നാൾ ഞാൻ കരുതി ദാനത്താൽ നേടാം സ്വർഗീയവാസമെന്ന്, ഇപ്പോൾ പുകയും ഗന്ധകവും എൻ അകത്തും പുറത്തും പുഴുവും. പ്രിയമുള്ളവരെ, ധനത്താൽ നേടാൻ കഴിയാത്ത ഒരു സ്വർഗരാജ്യം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ പിരിഞ്ഞന്ന് ജീവിക്കുമ്പോ കരച്ചിലുണ്ടാകും. അയ്യോ, യേശു കർത്താവിന്റെ ആ രക്ഷണ്യ പ്രവൃത്തിയെ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ വിശ്വസിച്ചില്ലല്ലോ. ഈ മലയാറ്റൂർ ജംഗ്ഷനിൽ ഈ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടില്ല, കണ്ടില്ല എന്ന് അന്ന് പറയുവാൻ കഴിയത്തില്ല. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്ന പ്രിയമുള്ളവർ, പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ ചൊല്ലി പല്ലുകടിക്കും നിങ്ങൾ. 24 മണിക്കൂറും സാധനം വാങ്ങുവാനും, അതുപോലെ ഒപ്പം യാത്ര ചെയ്യുവാനും, അതുപോലെ വെള്ളയും ഉടുത്ത് ഞങ്ങളുടെ മുൻപിൽ ചിരിച്ചു കൊണ്ടുപോയ ഈ പാസ്റ്റർ അല്ലെങ്കിൽ വിശ്വാസി ഒരു വാക്ക് നരകത്തിൽ പോകേണ്ടി വരും, സ്വർഗത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് പല്ലുകടി ഉണ്ടാകും, കരച്ചിലുണ്ടാകും. പ്രിയമുള്ളവരെ, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ബലഹീന സാഹചര്യത്തിലും മഴയെല്ലാം പ്രതികൂലമാകുമെന്ന് ഞങ്ങളെ
പിന്തിരിപ്പിക്കുന്ന സാഹചര്യത്തിലും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് യേശു കർത്താവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു വരാൻ സമയമായി. ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങൾ മരിച്ചാൽ സ്വസ്ഥതയിൽ പ്രവേശിക്കും. ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, യേശു വന്നാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ? യേശു കർത്താവിനെ വിശ്വസിച്ചാൽ. അതുപോലെ യേശു കർത്താവ് സഭയുടെ തലയായിട്ട് കാണപ്പെടുകയാണ്. യേശു കർത്താവ് സഭയുടെ നാഥനാണ്. ആ നാഥനോട് ഉള്ള വാസം തെരഞ്ഞെടുക്കുവാൻ തയ്യാറാണോ? പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ സ്നേഹിക്കാം. യേശു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു കർത്താവ് വീണ്ടും വരുവാൻ സമയമായി. എന്തിനാണ് സമയം വൈകുന്നതെന്ന് ചോദിച്ചാൽ, ഒരാളുകൂടെ സ്വർഗരാജ്യത്തിനു വേണ്ടി ഒരുങ്ങുകയില്ലേ എന്ന് രക്തത്തെ ചിന്തിയ യേശു കർത്താവ് പിതാവിനോട് യാചിക്കുന്നുണ്ട്. അല്പസമയം കൂടെ ഈ മലയാറ്റൂർ ദേശത്തിൽ പാർക്കുന്ന പ്രിയമുള്ളവർക്ക് ഒരവസരം കൊടുക്കാം. സുവിശേഷം അറിയട്ടെ, യേശുവിനെ കുറിച്ച് അറിയട്ടെ, സ്വർഗരാജ്യത്തെ കുറിച്ച് അറിയട്ടെ. നമ്മുടെ യേശു കർത്താവിന്റെ അമ്മ, യേശു കർത്താവ് വരുമ്പോ യേശു കർത്താവിനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അംഗീകരിച്ചതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട്, അഭിഷേകം പ്രാപിച്ചതുകൊണ്ട്, ദൈവവചനം കേട്ടതുകൊണ്ട്, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധിയിലും സത്യത്തിലും ആരാധിച്ചതുകൊണ്ട്, യേശുവിന്റെ അമ്മ യേശു കർത്താവ് രണ്ടാമതും പ്രത്യക്ഷമാകുമ്പോ യേശുവിന്റെ അമ്മ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ്. യേശുവിന്റെ അമ്മയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന, ആദരിക്കുന്നവരാണ് ഞങ്ങൾ. പ്രിയമുള്ളവരെ, പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് യേശു കർത്താവ്. യേശുവാണ് നമുക്ക് വേണ്ടി പാടുകൾ അനുഭവിച്ചത്. എന്നാൽ യേശു കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. യേശു കർത്താവ് രക്ഷകനാണ്. രക്ഷിക്കുവാൻ കഴിവുള്ളവനെ നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുമോ? അപ്പാ എന്ന് വിളിക്കുവാൻ യേശു കർത്താവിലൂടെ നമുക്കൊരു പ്രവേശനമുണ്ട്. പ്രിയമുള്ളവരെ, അന്ന് യേശു കർത്താവിന്റെ അമ്മയും സ്വർഗരാജ്യത്തിൽ ഇരിക്കുമ്പോൾ അന്ന് പല്ലുകടിക്കാനോ കരയാനോ ഒരവസരം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാകുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ശബ്ദം ഇനി ഈ ദേശത്ത് ദൈവം അനുവദിച്ചാൽ മാത്രമേ കേൾക്കുകയുള്ളൂ. എന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ ആ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, വേറെ ഒന്നും ചെയ്യണ്ട. യേശു കർത്താവിനെ സ്നേഹിച്ചാൽ മതി. യേശു കർത്താവിനോട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ മതി. യേശു കർത്താവിന് ഇഷ്ടമില്ലാത്ത, യേശു കർത്താവിന് ദുഃഖം വരുത്തുന്ന പാപങ്ങളെ, തെറ്റുകളെ ഏറ്റുപറയുവാൻ ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പേ നമുക്കൊന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? എല്ലാ കണ്ണുകളും അടച്ച് നമ്മുടെ സമാധാനം കെടുത്തുന്ന, അതുപോലെ മക്കളുടെ വഴി തെറ്റിയുള്ള ജീവിതത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളായിരിക്കാം. ദുഃഖം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഉറക്കമില്ലാത്തവരായിരിക്കാം. ചില സാമ്പത്തിക ബാധ്യതകൾ നിമിത്തം കുടുംബ തകർച്ച മുഖാന്തരം വേദനയോടെ ആയിരിക്കുന്നവരായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുമോ? യേശുവിനെ പ്രവർത്തിക്കുവാൻ കഴിയാത്ത തെറ്റുകളെ, കുറ്റങ്ങളെ ഏറ്റുപറയുവാൻ കഴിയുമോ? ഒരു സമർപ്പണത്തോടെ നിൽക്കുന്ന നിൽപ്പിൽ യേശുവിൻ്റെ ആ യാഗമരണത്തെ ഒന്ന് ധ്യാനിക്കുവാൻ സമയം വേർതിരിക്കാം. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകില്ല. കണ്ണുകൾ കൊണ്ട്, ചെവികൾ കൊണ്ട്, ഹൃദയം കൊണ്ട്, ചിന്തകൾ കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് തെറ്റുകൾ ചെയ്യുവാൻ ഇടയാകരുത്. അത് യേശുവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും.
മാതാപിതാക്കളുടെ ഹൃദയത്തെ വേദനിപ്പിക്കും. അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തെറ്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, ഭയമുള്ളതാക്കുന്ന കാര്യമാണ് തെറ്റുകൾ എന്ന് പറയുന്നത്. യേശുവിന്റെ വരവിന് അല്ലെങ്കിൽ യേശുവിന്റെ വരവിന് എടുത്തുകൊള്ളപ്പെടുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തടയുന്ന ഒന്നാണ് തെറ്റെന്ന് പറയുന്നത്. സമർപ്പണത്തോടെ ഈ പാട്ട് പ്രാർത്ഥനയോടെ ഒന്ന് ഏറ്റു പറയാമോ? പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകില്ല, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി മരിക്കുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി മരിക്കുന്നു. ഈ പ്രാർത്ഥന വാചകം ഏറ്റുപറയുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഈ ഉച്ച സമയം സ്വർഗരാജ്യത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണം എന്ന് അങ്ങ് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി നന്ദി പറയുന്നു. അങ്ങ് എനിക്ക് വേണ്ടി മനുഷ്യനായി പിറന്ന് ജീവിച്ച്, പാടുകൾ അനുഭവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിച്ചിരിക്കയാൽ സ്തോത്രം. അങ്ങയുടെ വരവിൽ എന്നെയും ചേർത്തുകൊള്ളുവാൻ അങ്ങ് മനസ്സ് തോന്നണമേ. എൻ്റെ മരണത്തിനിപ്പുറമായി അങ്ങേ അറിയുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. പിതാവേ, അങ്ങയുടെ മകൻ യേശു കർത്താവിലൂടെ എൻ്റെ രോഗത്തെ മാറ്റുവാൻ, എൻ്റെ ശാപത്തെ മാറ്റുവാൻ, എൻ്റെ പാപത്തെ മാറ്റുവാൻ അങ്ങ് രക്തം ചിന്തിയതിനായി സ്തോത്രം. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം പകരും. പിതാവേ, ഈ ദേശത്തെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് മഹത്വം വെളിപ്പെടുത്തണമേ. ഈ ദേശത്ത് സാക്ഷികളായി തീർന്ന, ദൈവവചനം സംസാരിച്ച എല്ലാ ദൈവദാസിമാരെയും ദൈവം അനുഗ്രഹിക്കണമേ. വിതച്ച വിത്തുകൾ ഒന്നും വൃഥാവാകാതെ കേട്ട വചനം ദൈവാത്മാവിനാൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു മണവാളനായി വേഗം വരുന്നു. യേശു കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.